ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്നിപ്പോൾ സർക്കാർ സത്യവാങ്മൂലം ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ സമർപ്പിക്കും. അതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് ആദ്യം പോകാം. ശബരിമല യുവതീ പ്രവേശനം ഉൾപ്പെടെയുള്ള ആചാരപരമായ വിഷയങ്ങളെ സംബന്ധിച്ച് ഹിന്ദു മതപണ്ഡിതർ ഉൾപ്പെടുന്ന സമിതി തീരുമാനം എടുക്കട്ടെ എന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചേക്കുമെന്ന് വിവരം. സത്യവാങ്മൂലത്തിന്റെ കരട് തയ്യാറാക്കി കഴിഞ്ഞു. സംസ്ഥാനത്തിന്റെ AG ഗോപാലകൃഷ്ണക്കുറുപ്പ്, നിയമസഭാ സെക്രട്ടറി എന്നിവർ ഡൽഹിയിൽ ഉണ്ട്. ഇതിനിടെ യുവതീ പ്രവേശന വിധി പുനർവിവരങ്ങളുമായി ചേരുകയാണ്. നന്ദൻ, ഇന്നിപ്പോൾ മാർച്ച് മാസം 14 കഴിഞ്ഞ മാസം ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സുപ്രീം കോടതി എടുക്കുമ്പോൾ പറഞ്ഞത് ഇന്ന് പുതിയ സത്യവാങ്മൂലം സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ സുപ്രീം കോടതിയിൽ നൽകണം എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും ഇന്നിപ്പോൾ സർക്കാർ എഴുതി നൽകുന്നത് എന്ത് തീരുമാനമാണെന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഈ ആചാര സംരക്ഷണം എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ സർക്കാരിന്റെ മലക്കം മറിച്ചിൽ ഇത് ഭക്തരോടുള്ള അല്ലെങ്കിൽ വിശ്വാസികളോടുള്ള ധാർമ്മികത മുൻനിർത്തിയാണോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണോ എന്നുള്ളതാണ് ഏറെ നിർണായകം. ഇതുവരെ പിണറായി സർക്കാർ എടുത്ത നിലപാട് അത് യുവതീ പ്രവേശനത്തിന് അനുകൂലമായിരുന്നു. നമുക്കറിയാം, ശബരിമലയിൽ ഇരുട്ടിന്റെ മറവിൽ പോലീസ് സംരക്ഷണത്തിൽ യുവതികളെ എത്തിച്ച് ആചാര ലംഘനം നടത്തി കോടാനുകോടി വരുന്ന വിശ്വാസികളുടെ മനസ്സിനെ കീറിമുറിച്ച സംഭവങ്ങളുണ്ട്. അത്തരം സംഭവങ്ങൾ ഇപ്പോഴും ഭക്തരുടെ മനസ്സിൽ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ പിണറായി സർക്കാരിന്റെ ഈ നിലപാട് മാറ്റം എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കുന്നത് ആചാര്യന്മാർ, അതേപോലെ തന്നെ തന്ത്രിമാർ, മറ്റ് പുരോഹിതന്മാരൊക്കെ ഉൾപ്പെട്ട ഒരു സമിതി, ആ സമിതിയുടെ നിലപാട് കൂടി പരിഗണിച്ച് ആയിരിക്കും തീരുമാനം, അല്ലെങ്കിൽ ആ സമിതിയുടെ നിലപാട് കൂടി പരിഗണിച്ച് വേണം കോടതി തീരുമാനമെടുക്കാൻ എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ആർക്ക് വേണേലും ശബരിമെടുത്തത്. എന്നാൽ പെട്ടെന്ന് ഇത്തരത്തിലൊരു നിലപാട് മാറ്റത്തിന് പിന്നിൽ സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 2 ആഴ്ച മുമ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആദ്യം തന്നെ ഈ വിഷയത്തിൽ മലക്കം മറിഞ്ഞിരുന്നു. അപ്പോഴേ സർക്കാർ ഇതിലോട് അല്ലെങ്കിൽ സർക്കാരും സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ നിലപാട് മാറ്റും എന്നുള്ള തരത്തിലുള്ള ചില ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ അത്തരം ചില സൂചനകൾ ഉണ്ടായിരുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി. ഒപ്പം തന്നെ ഘടകകക്ഷികളുമായി ചർച്ച നടത്തി എന്നുള്ളതാണ് CPM അവകാശപ്പെടുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു നിലപാട് മാറ്റത്തിലേക്ക് സർക്കാർ പോയത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഏതായാലും ഇപ്പോൾ പുതിയ സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തുന്നത് പ്രധാനമായും ഇത്തരത്തിൽ ആചാര സംരക്ഷണം, അത് ഈ ആചാര്യന്മാരും തന്ത്രിമാരും മറ്റ് പുരോഹിതന്മാരും അടങ്ങിയ ഒരു സമിതി കൂടി, അല്ലെങ്കിൽ ആ സമിതിയുടെ കൂടി അംഗീകാരത്തിന്റെ അടിസ്ഥാനത്തിൽ വേണമെന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ നിലപാടെടുത്തിരിക്കുന്നത്. ഇന്ന് 12 മണിക്ക് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം ഇന്നിപ്പോൾ സർക്കാർ നൽകും. AG ഗോപാലക്കുറുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലുണ്ട്, നിയമ സെക്രട്ടറി ഉണ്ട്. ഈ സത്യവാങ്മൂലം ഫയൽ ചെയ്യുവാൻ വേണ്ടി നിയമവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. പ്രധാനമായും സത്യവാങ്മൂലത്തിലെ ഉള്ളടക്കങ്ങൾ കൃത്യമായി ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. എങ്കിൽ തന്നെയും സർക്കാരിന്റെ നിലപാട് മാറ്റമാണോ അല്ലെങ്കിൽ സർക്കാർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടി താൽക്കാലികമായി നടത്തിയ നീക്കങ്ങളാണോ എന്നത് സംബന്ധിച്ച് ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗൗതം. ഓക്കെ, ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇന്നൊരു പക്ഷേ സർക്കാർ സുപ്രീം കോടതിയിൽ പുതിയ സത്യവാങ്മൂലം നൽകും. കഴിഞ്ഞ ദിവസം ലഭ്യമായ വിവരം എന്നത് മന്ത്രിസഭാ യോഗത്തിനകത്ത് തന്നെ ഭക്തർക്ക് അനുകൂലമായ നിലപാട്, അതായത് കഴിഞ്ഞ 6 വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ സത്യവാങ്മൂലത്തിനപ്പുറത്തേക്ക് യുവതീ പ്രവേശനം വേണ്ട എന്ന നിലപാടിലേക്ക് U-turn സർക്കാർ തിരിഞ്ഞിരിക്കുന്നു. അത് വലിയ ഭക്തജന രോഷം ഭയന്നുകൊണ്ടാണ്, തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഭയന്നുകൊണ്ടാണെന്ന കാര്യത്തിൽ സംശയമില്ല. എങ്കിൽ പോലും അത്തരമൊരു സത്യവാങ്മൂലമാകും സർക്കാർ നൽകുക എന്ന് വേണം മനസ്സിലാക്കാൻ. നന്ദഗോപനാണ് വിവരങ്ങളുമായി ചേർന്നത്.